യമനിലെ തെക്കൻ നഗരമായ അദേനിൽ അതീവ ആശങ്കയോടെ കഴിയുകയാണ് 4 മലയാളി നഴ്സുമാർ. ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ആശുപത്രി അധികൃതർ ഇതുവരെ പാസ്പോർട്ട് വിട്ടു നൽകിയിട്ടില്ല. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അദേനിലെ അൽഗമോറിയ ആശുപത്രിയിലെ 4 മലയാളി നഴ്സുമാരാണ് അതീവ ആശങ്കയോടെ കഴിയുന്നത്. സൗദി അറേബ്യ വ്യോമാക്രമണം ആരംഭിച്ച ശേഷം ഇവർ ആശുപത്രിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി ഇവർ താമസിച്ചിരുന്ന ആശുപത്രിക്ക് തൊട്ടടുത്ത് ബോംബ് വീണു. ആശുപത്രിയുടെ ചുമരുകൾ തകർന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 4 മലയാളി നഴ്സുമാരും അദേനിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഡോക്ടറുടെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ റൂമിൽ ഇറങ്ങി ഓടി ഹോസ്പിറ്റലിൽ ഫുള്ള് മുന്നിൽ ഞങ്ങളുടെ വീടിന്റെ ഒരു വശം പോയി. അപ്പൊ ഞങ്ങള് റൂമിൽ ഉണ്ടായിരുന്ന 4 ആള് ഞങ്ങളെ ഇറങ്ങി ഓടുകയായിരുന്നു ചെയ്തത്. ഇവർ അഭയം തേടിയ വീടിന് സമീപത്തും പലതവണ സ്ഫോടനമുണ്ടായി. അദേനിലെ വിമാനത്താവളം വ്യോമാക്രമണത്തിൽ ഭാഗികമായി തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് സനായിലെത്തിയാൽ മാത്രമേ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയൂ. അദേനിൽ നിന്ന് 420 കിലോമീറ്റർ അകലെയാണ് സന. കലാപങ്ങൾ നടക്കുന്നതിനാൽ റോഡ് മാർഗം യാത്ര സാധ്യമല്ല. തുറമുഖ നഗരമായതിനാൽ കപ്പൽ മാർഗം ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ കപ്പൽ യമൻ തീരത്തെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഈ സാഹചര്യത്തിൽ എങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമെന്നറിയാതെ പേടിച്ച് ജീവിക്കുകയാണ് 4 നഴ്സുമാരും. ഇവരുടെ പാസ്പോർട്ട് വിട്ടു നൽകാൻ ആശുപത്രി മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 7 ദിവസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രശ്നം രൂക്ഷമാണ്. ഈ ഏതൊക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ഗവൺമെന്റ് മാറ്റി ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാല് വീട്ടുകാർ സങ്കടപ്പെടുമെന്നതിനാൽ തങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടരുതെന്ന അപേക്ഷ മാത്രമേ ഈ നഴ്സുമാർക്കുള്ളൂ. സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.